കണ്ണൂർ മാങ്ങാട്ടിടത്ത് കണ്ടെത്തിയ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കും. പഴക്കമുള്ള സ്റ്റീൽ ബോംബുകളാണ് പോലീസ് കണ്ടെത്തിയത്. അതിൽ 2 ബോംബുകൾ മരത്തിന്റെ വേരുകൾ പടർന്നു പിടിച്ച് മൂടിയ നിലയിലായിരുന്നു. ബോംബുകളുടെ സ്ഫോടനശേഷി എത്ര എന്നതുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടാകും. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിഗമനങ്ങൾ? അരുൺ, ഉന്മേഷം, മാങ്ങാട്ടിടത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 6 സ്റ്റീൽ ബോംബുകൾ ഇന്നലെ കണ്ടെത്തിയത്. അവിടെ പറമ്പിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ ബോംബുകൾ ഉണ്ടായിരുന്നത്. അവിടെ ഈ തോട്ടത്തിൽ പണിക്കായി എത്തിയവരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തി ആണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. ഇത് നിർവീര്യമാക്കുന്ന നടപടിയാണ് ഇന്ന് ഉണ്ടാവുക. ബോംബ് സ്ക്വാഡിന്റെ സംഘം അവിടെ എത്തി നിർവീര്യമാക്കും. ഇന്നലെ ഈ ബോംബ് സ്ക്വാഡ് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയിലായിരുന്നത് കൊണ്ട് തന്നെ ഈ ബോംബുകൾ നിർവീര്യമാക്കാൻ സാധിച്ചിരുന്നില്ല. ആ നടപടികൾ ഇന്ന് എന്തായാലും ഉണ്ടാവും. പിന്നീട് അതോടൊപ്പം തന്നെ ഈ ബോംബുകൾ എത്രത്തോളം എക്സ്പ്ലോസീവ് ആണ് അല്ലെങ്കിൽ എത്ര ശേഷിയുണ്ട് എന്ന കാര്യത്തിലും ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഇന്ന് അതിലൊരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത് അല്പം പഴയ ബോംബുകളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. മുമ്പ് എപ്പെങ്കിലും അവിടെ സൂക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ ഒളിപ്പിച്ചു വെച്ച് പിന്നീട് അത് അവർ ഉപേക്ഷിച്ചതാവാം എന്ന നിഗമനത്തിലാണ് എന്തായാലും പോലീസ് ഉള്ളത്. ഉപ്പിലപ്പീടിക സ്വദേശി പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പാണ്. അത് കുറെ കാലമായി ആ പറമ്പ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. അവിടെയാണ് ഇന്നലെ അത് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി, കാടത്ത് വെട്ടിത്തെളിക്കുന്നതിനും അവിടെ ഉണ്ടായിരുന്ന തേങ്ങയൊക്കെ പൊറുക്കുന്നതിന് വേണ്ടിയാണ് പണിക്കാരെത്തിയത്. അപ്പോഴാണ് ഈ ബോംബ് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സ്ഥലമുടമയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാളെ സംബന്ധിച്ച്, അയാൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് കൂത്തുപറമ്പ് ASP അറിയിക്കുന്നത്. അവിടെ കഴിഞ്ഞ സമീപകാലത്തൊന്നും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. മുമ്പ് സംഘർഷങ്ങൾ ഉള്ള സ്ഥലമാണ്, പക്ഷെ ഈ സമീപകാലത്ത് അത്തരം പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ മുമ്പ് എപ്പെങ്കിലും ഇത്തരത്തിൽ ഒളിപ്പിച്ച് പിന്നീട് ഉപേക്ഷിച്ച ബോംബുകളാകാം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ശരി, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ.